ഇടപ്പള്ളിത്തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊച്ചി കോർപ്പറേഷൻ അനുവദിച്ച 80 ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. മന്ത്രി പി രാജീവും മേയർ എം അനിൽകുമാറും സ്ഥലം സന്ദർശിച്ചു പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ മന്ത്രി നൽകി. ഓപ്പറേഷൻ വാഹിനി പദ്ധതിയുടെ ഭാഗമായി 20 ലക്ഷം രൂപയുടെ പദ്ധതിയും ഉടൻ ആരംഭിക്കും. കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ടെൻഡർ നടപടികളില്ലാതെയാണ് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനു പുറമെ 6 ലക്ഷം രൂപയുടെ പദ്ധതി ഇറിഗേഷൻ വകുപ്പും നടപ്പാക്കുന്നു. ആകെ 1 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 4 ദിവസത്തിനകം ഇടപ്പള്ളിത്തോടിന്റെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കടമ്പ്രയാർ മുതൽ മുട്ടാർപ്പുഴ വരെ 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഇടപ്പള്ളിത്തോട്. കൊച്ചി കോർപ്പറേഷൻ, തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകൾ എന്നീ 3 തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ് തോട് കടന്നുപോകുന്നത്. അടുത്ത വർഷം മുതൽ ഈ 3 തദ്ദേശ സ്ഥാപനങ്ങളെയും സംയോജിപ്പിച്ച് ഏകോപിത സംവിധാനം നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. തങ്ങളുടെ പരിധിയിലുള്ള തോടിൻ്റെ ഭാഗത്ത് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി നടപ്പാക്കും. ഇറിഗേഷൻ വകുപ്പ് ഇതിന് മേൽനോട്ടം വഹിക്കും. കഴിഞ്ഞ 2 വർഷങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഓപ്പറേഷൻ വാഹിനി സഹായകമായിരുന്നു. ഈ വർഷം പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല. നിലവിലെ സാഹചര്യം പരിഗണിച്ചാണ് പദ്ധതി തുടരാൻ അനുമതി ലഭിച്ചത്. കിഫ്ബി വഴി നടപ്പാക്കുന്ന കനാൽ പുനരുദ്ധാരണ പദ്ധതിക്കായി KMRL ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായ പദ്ധതി രേഖ തത്വത്തിൽ അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് മന്ത്രി, MP, MLA, മേയർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അവതരണം നടത്തിയിരുന്നു. മാർക്കറ്റ് കനാലിലാണ് ആദ്യ പരിഗണന നൽകിയിട്ടുള്ളത്. ഇതിനുശേഷം ഇടപ്പള്ളിത്തോടിൻ്റെ പദ്ധതി നടപ്പാക്കും. കേരളത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെയ്ത ഏറ്റവും വലിയ മഴയാണ് കളമശ്ശേരിയിൽ പെയ്തതെന്ന് കൊച്ചി സർവകലാശാലയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 157 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തത്. എല്ലാ സ്ഥലത്തെയും കാനകൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. പുതിയ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് ഡ്രെയിനേജ് സംവിധാനം വികസിപ്പിക്കണം. മൂലേപ്പാടത്ത് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന്, വെള്ളം ഒഴുകിപ്പോകുന്നതിന് വിശാലമായ കൽവെട്ട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ദേശീയപാത അതോറിറ്റി 17-ന് ആരംഭിക്കും. കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. പോട്ടച്ചാലിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് 14.5 കോടിയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന വാഹിനി പദ്ധതിയുടെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളിത്തോട്ടിലെ പായലും ചെളിയും നീക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചതായി ഇറിഗേഷൻ വകുപ്പ് അറിയിച്ചു. ഇടപ്പള്ളിത്തോടിനെ ചമ്പക്കര കനാലുമായി ബന്ധിപ്പിക്കുന്ന സൗത്ത് എൻഡിലെ മൗത്ത് ഭാഗത്തെ ശുചീകരണമാണ് ആരംഭിച്ചത്. മുട്ടാർപ്പുഴയിൽ നിന്ന് ആരംഭിക്കുന്ന ഇടപ്പള്ളിത്തോടിൻ്റെ പൈപ്പ് ലൈൻ പാലം വരെയുള്ള ഭാഗത്തെ ശുചീകരണം കൊച്ചി കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. പൈപ്പ് ലൈൻ മുതൽ പാലച്ചുവട് വരെയുള്ള സ്ട്രെച്ചിലെ 6.7 ലക്ഷം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച തുടങ്ങും. പാലച്ചുവട് മുതൽ തുതിയൂർ സ്റ്റീൽ പാലം വരെയുള്ള പ്രദേശത്തെ തോട് ശുചീകരണത്തിനായി 10 ലക്ഷം രൂപയുടെ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും. തുതിയൂർ ഭാഗത്തെ മൗത്ത് പ്രദേശത്ത് 8 ലക്ഷം രൂപയുടെ ശുചീകരണ പ്രവൃത്തികളാണ് വാഹിനി പദ്ധതിയിൽ തുടങ്ങിയിരിക്കുന്നത്. ആകെ 24.7 ലക്ഷം രൂപയുടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇടപ്പള്ളിത്തോട്ടിലെ പായലും ചെളിയും നീക്കുന്നതിന് ഓപ്പറേഷൻ വാഹിനി പദ്ധതിയിൽ വിനിയോഗിക്കുന്നത്. ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്ക് സുഗമമാക്കുന്നതിനുള്ള വാഹിനി പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 59 പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 4.97 കോടി രൂപയാണ് ഇതിനായി ആകെ വകയിരുത്തിയിരിക്കുന്നത്. 15 ദിവസത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.